നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ ഹയറോഫന്റ് എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഈ റിലേഷനിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് യൂണിവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഉയർച്ചയ്ക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലൊരു വിസ്ഡം ഉണ്ടാവുന്നതിന്, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്നതിന്, ഇപ്പം ഒരു റിലീജിയൻ ബേസ്ഡ് അല്ലാതെ ഒരു യൂണിവേഴ്സൽ എനർജിയിൽ വിശ്വസിച്ച് ഒരു വേറൊരു തലത്തിലോട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ഒരു റിലീജിയൻ എന്നുള്ളതിനപ്പുറമായിട്ട് കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ യൂണിവേഴ്സിന്റെ എനർജിയെ നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിസ്ഡമാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടിരുന്ന ഒരു സങ്കുചിതമായിട്ടുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു വിസ്ഡം ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും, യൂണിവേഴ്സിലെ എല്ലാത്തിനെയും സ്നേഹിക്കാൻ, എല്ലാ സൃഷ്ടിയെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് നിങ്ങൾ ഒരു അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിന് കൂടി വേണ്ടിയിട്ടാണ്, അതായത് നിങ്ങളുടെ മനസ്സൊന്ന് ഓപ്പൺ ആക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ ഒരു റിലേഷൻ വന്നിട്ടുള്ളത്. ഈ ഒരു കണക്ഷൻ കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് അതുകൂടിയാണെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ടു ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഈ റിലേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കാരണം നിങ്ങളെ പേഴ്സന്റെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ അവർ ഇമോഷണലി ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാത്ത സിറ്റുവേഷൻ, എല്ലാ കാര്യത്തിലും ഒരു ഉറപ്പ് തരാതെ ഒരു കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ട് റിലേഷൻ കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ, അതൊക്കെ നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ ഈ റിലേഷൻ എനിക്ക് ആപ്റ്റ് ആണോ, അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ലതാണോ എന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. 10 ഓഫ് സോർട്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഇപ്പോഴും ഈ റിലേഷനിൽ മാറി നിൽക്കുന്ന സമയം അവർ സ്ട്രെസ്ഫുൾ ആണ് എന്നുള്ളതാണ്. സത്യത്തിൽ അവർക്ക് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഭാരം അവർ അനുഭവിക്കുന്നുണ്ട്, ഒരു പെയിൻ അവർ അനുഭവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ റിലേഷനിൽ നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലായി, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ലെവലിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു ഓപ്പൺ ആവുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് അവർ വരാനുണ്ട് എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ അവരത് റിയലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ റിലേഷനിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അവർക്ക് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പേഴ്സണോട് ഇത്രയും കണക്ഷൻ ഫീൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ റിലേഷൻ ഞാൻ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. അവര് ഇതുപോലെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. ഇതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ജേണിയിലോട്ട് അവർ വരാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളോട്ട് അവർ കണക്റ്റഡ് ആവുമ്പോഴാണ് അവർക്കും ഈ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളൊരു മീനിങ് അവർക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 7 ഓഫ് സോർട്സ് എനർജിയാണ്. ഈ റിലേഷനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിലോട്ട് പലപ്പോഴും അവർ ഫോക്കസ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ ആ ഒരു ഇഷ്യൂസിലോട്ട് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻ ശരിയാവുന്നില്ല, ഈ റിലേഷനിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ പേഴ്സൺ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ കരുതുന്നത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവർ ശരിയായ ഒരു
പാത്തിലോട്ട് എത്താത്തത് കൊണ്ടാണ്, ശരിയായ ഒരു യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇഷ്യൂസ് ക്രിയേറ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. അവരും കറക്റ്റായിട്ടൊരു സ്പിരിച്വൽ വേയിലൂടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് റിലേഷനിൽ വരുന്ന ഈ ഒരു കാർമിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും ഒരുപോലെയല്ല അതിന് ടൈം എടുക്കുന്നത്. ചിലർ ഒരുപാട് ടൈം എടുക്കും ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങളിലോട്ട് ഇൻവോൾവ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മയ്ക്കനുസരിച്ചാണ് അവർ ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് പെട്ടെന്നായിരിക്കും റിയലൈസേഷൻ ഉണ്ടാവുന്നത്, ചിലർക്ക് ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേരിയേഷൻ നിങ്ങളുടെ റിലേഷനെയും ബാധിക്കുന്നുള്ളതാണ് കേട്ടോ. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ പേഴ്സണ് നിങ്ങളോട് ഇമോഷണലി കണക്റ്റഡ് ആണ്. അവരുടെ സ്നേഹവും എല്ലാം അവർക്ക് നിങ്ങളോട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തിരികെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളോട് ആ ഒരു സ്നേഹവും അറ്റാച്ച്മെന്റും താല്പര്യവും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അവർ ഈ റിലേഷന് അകന്ന് നിൽക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ദ ടവർ മൊമെന്റ് ആണ്. റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ഒരു നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഒരു ഇഷ്യൂ നടന്ന് സെപ്പറേഷനിലോട്ട് പോയതാണെങ്കിൽ ഇത് ഒരു കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോഴീ ഒരു അതായത് ഒരു എൻഡിങ് പോലെ നിൽക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻ എൻഡ് ആയിപ്പോയി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിലൊരു ചേഞ്ച് വരും എന്നുള്ളതാണ്. ഇപ്പോഴെൻഡായി എന്നുള്ള രീതിയിൽ, ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. അതിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാവും. പക്ഷെ ആ റീസ്റ്റാർട്ട് ഉണ്ടാവാൻ ചിലർക്ക് സമയം എടുക്കും എന്നുള്ളതാണ് കേട്ടോ. ദ ഫുൾ കാർഡാണ് ഇവിടെ. ഈ ഒരു പ്രതിസന്ധി, അതായത് ഇപ്പോൾ എൻഡായി പോയി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധി ചേഞ്ച് ആവും. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാവും എന്നുള്ളതാണ്. അവർക്കും ഈ റിലേഷനിൽ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രെസ്, ഇത് ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ പുറത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല അവരൊരു സ്പിരിച്വൽ പാത്തിലോട്ട് വരും. ആ ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് വരുന്നത് തന്നെ ഈ റിലേഷനെ കൂടുതൽ അവർക്ക് മനസ്സിലാക്കാനും നിങ്ങളുമായിട്ടുള്ള കണക്ഷന്റെ ആ ഒരു ഡെപ്ത് റിയലൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ റിലേഷന്റെ ഡെപ്ത് എത്രമാത്രമാണെന്നുള്ളത്. ഇവിടെ 2 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു സോൾ കണക്ഷൻ, സോൾ കോൺട്രാക്ട് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് വരുന്ന ഈ ഒരു ഇഷ്യൂസിനെ നിങ്ങൾ കാര്യമാക്കണ്ട, അല്ലെങ്കിൽ ആ ഒരു കാർമിക് സിറ്റുവേഷനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. നിങ്ങൾ അതിലിങ്ങനെ എനിക്ക് ഇഷ്യൂസ് വരുന്നു എന്ന് കരുതി നിങ്ങൾ അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട എന്നുള്ളതാണ്. അതിലോട്ട് ഫോക്കസ്ഡ് ആവുന്നത്, ഇഷ്യൂസിലോട്ട് ഫോക്കസ്ഡ് ആവുമ്പോഴെന്താന്ന് വെച്ചാൽ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് മാറി നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ പോലെ തന്നെ ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് വരും. നിങ്ങൾക്ക് ഒന്നിച്ച് പല കാര്യങ്ങളും ഈ ഒരു ലൈഫിൽ ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫ് വിട്ടു പോവില്ല. ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്ന് തകർന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അത് അതുപോലെ പഴയ പോലെ തന്നെ തിരികെ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇംപ്രൂവിങ് ഹെൽത്ത് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ അതിന്റെ ബേസിലാവാം പ്രശ്നമായിട്ട് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടാവുക കേട്ടോ. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1990, 1987, 2001, ആയില്യം, ജൂലൈ, ഏപ്രിൽ, മകം, പൂരാടം, രോഹിണി, letter R, letter A, പൂരുട്ടാതി,
അനീഴം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.